പ്രേമനിപോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 ലക്ഷം രൂപ സുധിയെ പറ്റിച്ചിട്ട് കാനഡയ്ക്ക് മുങ്ങിയ ആ പെണ്ണ് തിരിച്ച് വീണ്ടും കേരളത്തിലെത്തുകയാണ് കേട്ടോ. ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാ ഓട്ടത്തിനും വിളിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചിയുമായിട്ട് അവർ നല്ല കമ്പനി ആവുന്നുണ്ട്. അവർക്ക് എവിടെ പോകണമെങ്കിലും സച്ചിൻ്റെ ടാക്സി തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സച്ചിക്ക് അവരൊരു കണ്ണട കൊടുക്കുകയാണ്. ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് രേവതിയെക്കുറിച്ചിട്ടും സച്ചി അവരുടെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ രേവതിക്കും അവരൊരു കണ്ണട കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതിയും അമ്മയും അതുപോലെ ദേവും കൂടി പൂക്കടയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി വരികയാണ് കണ്ണടയൊക്കെ വെച്ചിട്ട്. ഇതെന്താ സച്ചിയേട്ടാ, പുതിയ മോഡലൊക്കെ ആണല്ലോ, ഇത് എവിടുന്ന് കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇത് എനിക്കൊരാൾ തന്നതാണ്, എനിക്ക് മാത്രമല്ല നിനക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇതെന്താ സച്ചിയേട്ടാ പുതിയ കണ്ണടയൊക്കെ വെച്ചിട്ട്. അപ്പോഴേക്കും ദേവു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ ചേച്ചി, സച്ചിയേട്ടൻ നല്ല ഹീറോ പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ശരിയാണോ എന്ന് ചോദിക്കുകയാണേ. അതെ സച്ചിയേട്ടാ, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, നല്ലൊരു നടനെ പോലെ ഉണ്ട് കാണാൻ എന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വെറുതെ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ട് കള്ളം പറയരുത് ദേവു എന്ന്. ഓ അപ്പം നീ നല്ലതല്ല എന്നാണല്ലേ പറയുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കണ്ണടയൊക്കെ മാറ്റിയിട്ട് സച്ചിക്ക് ആകെ മൂഡ് ഓഫ് ആവുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, എന്താ സച്ചിയുടെ പുതിയ കണ്ണടയൊക്കെ? നീയല്ലേ പറഞ്ഞ കൊള്ളില്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് നീ അറിയണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ സച്ചിയേട്ടാ, നന്നായിട്ടുണ്ട്. ആര് തന്നതാ ഇത്? ഞാൻ വാങ്ങിയതല്ല, ഇത് എനിക്കൊരാൾ തന്നതാണ്. എനിക്ക് മാത്രമല്ല നിനക്ക് തന്നിട്ടുണ്ട്. എനിക്കോ? എന്നിട്ട് ആ കണ്ണട രേവതിയുടെ മുഖത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണട എടുക്കാൻ വേണ്ടി രേവതി ശ്രമിക്കുമ്പോൾ അവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി രണ്ടുപേരും കണ്ണടയൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയുടെ അടുത്ത്. അമ്മ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ടുപേർക്ക് നന്നായിട്ടുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത്. തുടർന്ന് ദേവു പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിയേക്കാൾ കൂടുതൽ ഏട്ടനാണ് ഇത് ചേരുന്നതെന്ന്. അതിരിക്കട്ടെ, സച്ചിയേട്ടൻ പറഞ്ഞില്ലേ ഇത് ആരോ തന്നതാണെന്ന്. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു കാനഡ ലേഡി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ മേഡം തന്നതാണെന്ന് പറയണേ. ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ സമയത്ത് എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഇത് തന്നു, ഇത് നിങ്ങളുടെ വൈഫിനാണെന്ന് പറഞ്ഞിട്ട് ഇതും തന്നു എന്ന് പറയണേ. അല്ല അവർക്കിങ്ങനെ എന്നെ അറിയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ ചേച്ചി ഇത്ര ചോദിക്കാനിരിക്കുന്നത്? സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും ചേച്ചിയെ കുറിച്ചിട്ട്. അതെ ദേവു, നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് സച്ചി പറയുന്നുണ്ടേ. സച്ചിയേട്ടാ ഈ കണ്ണട വെച്ചിട്ട് എനിക്ക് രസമുണ്ടെന്ന് രേവതി ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, നീ തന്നെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. വാ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കാം എങ്ങനെയെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ 3-4 പേരും കൂടി നിൽക്കുന്ന സെൽഫി എടുക്കുകയാണ് കേട്ടോ. സെൽഫി എടുത്തതിന് ശേഷം സച്ചിയേട്ടാ ഫോൺ തന്നെ, ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇതൊന്ന് സെൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവു ഫോൺ മേടിക്കുകയാണ്. അങ്ങനെ ദേവും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് എടുത്ത ഫോട്ടോ നോക്കുന്നുണ്ട്. ദേവു ഈ ഫോട്ടോ നന്നായിട്ടുണ്ടല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അതേ ചേച്ചി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് ആ കണ്ണട കൊടുത്ത സ്ത്രീയുമായിട്ട് സച്ചി ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ദേവു ആദ്യം പറയുകയാണേ. ഇത് സച്ചിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കാനഡ ലേഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ദേവു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേവുവിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ചേച്ചി സുധിയേട്ടന് മൊത്തമുള്ള ചേച്ചിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഈ ലേഡി സുധിയേട്ടനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് മനസ്സിലാവാണ് സുധിയെ പറ്റിച്ചിട്ട് പോയ ആ ലേഡിയാണ് അത് എന്നിട്ടോ. എന്തായാലും ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ ചെല്ലുന്നത് ആ ലേഡിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവർ വന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. ഇന്ന് സച്ചി ഓട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ ഇപ്പം വേണ്ട നിങ്ങൾ പൊക്കോളൂ എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. എന്താ സച്ചി നിന്റെ സംസാരത്തിലൊക്കെ ഒരു മാതിരി, നിങ്ങളുടെ പേര് നീരജ എന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതെ, അത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ എന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പം നീരജ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്, നിങ്ങളെന്താ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ അടുത്ത് അവർ ചൂടാവുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ചോദിക്കാൻ വേണ്ടി പറയാണ്. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സുധി എന്ന് പറയുന്ന ഒരാളെ അറിയുമെന്ന് ചോദിക്കുകയാണേ. സുധി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ മറന്നു പോയോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മറവി വരും, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് നീരജ് തിരിച്ച് പറയുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് മനോജിനെ അറിയില്ലേ, നിങ്ങളുടെ ഫസ്റ്റ് ലവർ? അറിയാം, അവൻ നിങ്ങളുടെ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എൻ്റെ രക്തമാണ്, എൻ്റെ സ്വന്തം ഏട്ടനാണെന്നുള്ള കാര്യം പറയണേ. അപ്പോൾ നീരജ് ഞെട്ടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഏട്ടനെയും പറ്റിച്ചിട്ട് 27 ലക്ഷം രൂപയും കൊണ്ടിട്ടല്ലേ പോയത്, ആ പണം എനിക്ക് തിരിച്ചു വേണമെന്നുള്ള കാര്യം പറയുമ്പോൾ നീരജ് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ നിങ്ങൾ ചിരിക്കുകയാണോ? എൻ്റെ ഏട്ടനെയും പറ്റിച്ചിട്ട് പോയിട്ട് പിന്നെ നിങ്ങളുടെ ഏട്ടനെ പറ്റിച്ചു, അവർ നിങ്ങളെയോ പറ്റിച്ചതെന്നുള്ള കാര്യം പറയാണ് കേട്ടോ നീരജ. നീ കൂടുതൽ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഒങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ നീരജയ്ക്ക് നേരെ. അങ്ങനെ സച്ചിയുടെ വിരട്ടിൽ കേൾക്കുമ്പോൾ നീരജ സത്യം പറയാണ്, ഞാനിവിടെ കേരളത്തിൽ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ
ചേട്ടൻ എന്നെ കണ്ടിരുന്നു. ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പോലീസ് കേസാക്കി. ഞാൻ കേരളത്തിൽ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ ചേട്ടൻ്റെ ക്യാഷ് ഞാൻ 30 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണേ. ആ കാര്യം എന്താ നിങ്ങളുടെ ഏട്ടൻ വീട്ടിൽ പറഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല, നിങ്ങൾ ഈ പറയുന്നത് സത്യം തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അന്ന് സച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സാക്ഷി ഒപ്പിട്ടിട്ടില്ലായിരുന്നോ, അത് ഈ കേസിൻ്റെ പേരിലായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാൻഡിൽ ചെയ്തോളൂ എന്നുള്ള കാര്യം പറയുകയാണേ. ഓഹോ, അപ്പോൾ ആ പൈസയ്ക്കാണല്ലേ സുധി പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ചേട്ടന് അതിനുള്ള വിവരമൊന്നുമില്ല. അവരുടെ കൂടെ അവരുടെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവളായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ. നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അന്ന് 27 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ പലിശ മേടിച്ചത് അവൻ്റെ കൂടെയുള്ളവളായിരുന്നു. അവനേക്കാൾ വലിയ കള്ളത്തിയാണെന്നുള്ള കാര്യം പറയാൻ കേട്ടോ. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. എന്നാൽ ഈ കാര്യം നിങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിലൊന്ന് പറയുമെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, ഞാനെന്തിനാ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയണത്? നിങ്ങൾക്ക് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോരെ. അത് പോരാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. എനിക്ക് വേണ്ടിയിട്ട് ഇതെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള കാര്യം അവരെടുത്ത് കുറച്ച് എളിമയോട് കൂടിയിട്ട് സച്ചി പറയുമ്പോൾ, ശരി, അവർക്ക് രണ്ടുപേർക്കും ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാനുണ്ട്, അതിന് ഞാൻ വരാം എന്ന് പറയുകയാണേ. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര എവിടെയോ പുറത്തു പോയിട്ട് വരികയാണ് കേട്ടോ. ആ സമയത്ത് രേവതി അമ്മയുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തമ്പുരാട്ടിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ വേണ്ടിയിട്ട് സമയമായിട്ടില്ലേ, പോയിട്ട് എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് താന്ന് പറയുകയാണേ. അങ്ങനെ രേവതി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ചന്ദ്രയ്ക്ക് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. ഓഹോ, നിന്റെ അമ്മയുടെ അടുത്ത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാണല്ലേ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ സംസ്കാരം അതാണ്. ഒരു 5 പൈസയ്ക്ക് നിലവാരമില്ലാത്ത ആൾക്കാരല്ലേ. അതിനൊക്കെ നീ ശ്രുതിയെ കണ്ട് പഠിക്കണം. അവളുടെ സംസ്കാരം, അവൾ എത്ര വലിയ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. എന്നിട്ടും കണ്ടില്ലേ നമ്മുടെ ജീവിതശൈലിക്ക് അനുസരിച്ചിട്ട് ആരോടും ഇവിടുത്തെ പുറത്ത് കാര്യങ്ങളൊന്നും പറയാതെ ജീവിക്കുന്നു എന്നൊക്കെ പറയാണേ. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് രേവതി ഇവിടെ എല്ലാവരും ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വിളിച്ചു വരുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വിചാരണ കോടതി പോലെ തന്നെ നമ്മുടെ സച്ചി ടേബിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി കൂട്ടിലേക്ക് കയറ്റുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. നീ എന്തിനാണ് വന്നിട്ട് കോടതി കൂട്ടിൽ എന്നെ കയറ്റുന്നത്? സച്ചി ഇതൊന്നും ശരിയല്ല എന്ന് ശ്രുതി പറയുന്ന സമയത്ത്, പേടിക്കേണ്ട, കുറ്റവാളികൾ 2 പേരുണ്ട്, ഒരാളുടെ വിചാരണ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കയറാം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ പിടിച്ചിട്ട് കൂട്ടിനുള്ളിൽ കയറ്റാണ്. ഇത് കോടതി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് വീടാണടാ എന്നുള്ള കാര്യമാണ് നമ്മുടെ രവി പറയുന്നത്. അച്ഛാ, ഇതിപ്പോൾ കോടതിയാണ്, ഇവിടെ വിചാരണ ചെയ്യാൻ വേണ്ടി ജഡ്ജിയായിട്ട് അമ്മ, അതാണ് ഏറ്റവും നല്ലത്. ഇവന് തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ഈ വിചാരണ കഴിയുമ്പോൾ മനസ്സിലാകും ആരുടെ തലയ്ക്ക് എന്താ പറ്റിയെന്ന്. അങ്ങനെ സച്ചി വിചാരണ തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ അച്ഛൻ രവീന്ദ്രൻ 35 വർഷമായിട്ട് KSRTC ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് റിട്ടയർമെൻറ്റ് പൈസയായിട്ട് 27 ലക്ഷം രൂപ കിട്ടി എന്നുള്ള കാര്യം പറയുമ്പോൾ, അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണേ. എടാ, വിചാരണ സമയത്ത് കുറുകെ സംസാരിക്കരുതെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ സച്ചേട്ടൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. ആ പണം വെറുതെ കയ്യിലേക്ക് വന്നതല്ല, 35 വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വണ്ടി ഓടിച്ച് ഓരോരുത്തരുടെയും സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിയിട്ട് കിട്ടിയ പണം നേരായ മാർഗത്തിലൂടെ കുറ്റവാളിയുടെ കൂട്ടിൽ നിൽക്കുന്ന അവനുണ്ടല്ലോ, ആ പണം എടുത്തിട്ട് ഒളിച്ചോടിപ്പോയി. നമ്മളെ കബളിപ്പിച്ചിട്ട് അവൻ ഈ പണവുമായിട്ട് ഇവിടുന്ന് മുങ്ങി. എന്നാൽ അവനെ കബളിപ്പിച്ചിട്ട് വേറെ ഒരുത്തി അവൻ്റെ കയ്യിൽ അലുവ വെച്ച് കൊടുത്തിട്ട് അവൾ ആ പണവും കൊണ്ടുപോയി. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന്. അതെന്തിനാ വീണ്ടും പറയുന്നത്? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നതാണ് ആർക്കും അറിയാത്ത കഥ. അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആ 27 ലക്ഷം രൂപയുടെ കാണാതായതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനല്ലേ? അതല്ലേടാ ഇവനെ ഒരു പെണ്ണ് കബളിപ്പിച്ചിട്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അതിലാണ് അച്ഛാ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ്. ശ്രുതി എന്താ പറഞ്ഞത്? ആ പെണ്ണ് പണമായിട്ട് പോയെന്ന്, അത് തിരികെ കിട്ടിയില്ല എന്ന്. എന്നാൽ സത്യം അതല്ല. അപ്പോഴേക്കും ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ചെറുതായിട്ടൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതി നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്, ഇതെന്താടാ നീ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുന്നത്? ഇതെന്താ കോടതിയെ പോലെ വെറുതെ കൂട്ടിക്കയറ്റി നിർത്തി വിചാരണ നടത്തുന്നത്? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഞാൻ ഷോറൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് സച്ചി പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിർത്തുവാണ് കേട്ടോ വീണ്ടും. അപ്പോഴേക്കും ശ്രീകാന്തെ നീ ഇവിടെ വാ, അവനെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ് കേട്ടോ ശ്രീകാന്തിനെ, ശ്രുതിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതിയുടെ ഒരു കൈ ശ്രീകാന്തും മറു കൈ നമ്മുടെ സച്ചിയും പിടിച്ചങ്ങ് നിർത്തുകയാണ് അവിടെ. ഇതൊക്കെ കണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സച്ചി നീ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, ആ പണവുമായിട്ട് കാനഡയ്ക്ക് ഒരു പെണ്ണ് മുങ്ങിയെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ കുറ്റവാളി പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ആ പണം തിരികെ വന്നില്ല എന്ന് അവൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്.
ഇത് കേൾക്കുന്ന സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പണം കിട്ടിയോ ഏട്ടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എടാ കിട്ടിയടാ, അത് വന്നിട്ട് ഒരുപാട് മാസങ്ങളായി. എന്താ സച്ചിയേട്ടാ പറയുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ പറയുന്നത് സത്യമാണ് എന്നും ആ 27 ലക്ഷം രൂപ പലിശയോട് കൂടിയിട്ട് 30 ലക്ഷം രൂപയായിട്ട് ഇവരെന്നേ കൈപ്പറ്റി. പണം കിട്ടിയെന്നോ എന്നുള്ള കാര്യം നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛ അതെ അച്ഛ, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ ഈ കേസിൽ 2 കുറ്റവാളികളുണ്ട് എന്നുള്ള കാര്യം. ഒന്ന് ഇതാ സുധി, മറ്റേത് നമ്മുടെ പാർലർ മാഡമാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, നീ എന്താ പുതിയ കഥയൊക്കെ ഉണ്ടാക്കി പറയുന്നത് എന്നുള്ള കാര്യം. ഇതൊന്നും പുതിയ കഥയല്ല, കുറച്ച് നാളായിട്ട് നടന്നതാണ് പഴയ കഥ. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, അല്ല സുധി ആ പണം കിട്ടിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയ്യോ അച്ഛൻ ഇവൻ എന്തൊക്കെയോ പറയാണ്, അങ്ങനെയൊന്നുമല്ല അച്ഛൻ, ഇതൊന്നും വിശ്വസിക്കരുത്. ഇവൻ അച്ഛൻ്റെ പണം എടുത്തിട്ട് പോയി അവനെ വേറൊരുത്തി പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചേട്ടാ ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവനെ പറ്റിച്ചിട്ട് കൊണ്ടുപോയ ആ പെണ്ണ് തിരികെ ഇവർക്ക് പണം കൊടുത്തു. തുടർന്ന് ശ്രുതി സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, എന്തിനാ സച്ചി വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ ഇതാക്കുന്നത്? ശ്രുതിയെ താഴ്ത്തി കിട്ടുക എന്നുള്ളത് നിനക്കിപ്പോൾ ഒരു ശീലമായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മോളെ, ഇവനത് പണ്ടേ ശീലമല്ലേ. ഇവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അസൂയാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ, ഇവനെ പോലത്തെ ഒരു ക്രിമിനൽ പണി ചെയ്യുന്നതിന് എനിക്ക് എന്താ അസൂയുള്ളത്? തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ട സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതോ കളിപ്പിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കളിപ്പിക്കുന്നത് ഇവർ രണ്ടെണ്ണമാണടാ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പണം പോയ ടെൻഷനിലുള്ളത്, നീ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലയിലിടുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്, നീ നന്നായിട്ട് നടിക്കുന്നുണ്ട്, എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം കിടന്ന് അഭിനയിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ രണ്ടുപേരും നല്ല ആൾക്കാരാണെന്നൊക്കെ പറയണം കേട്ടോ സച്ചി. അതേസമയം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയോ ഇവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു കാരണവശാലും ഇവൻ പറയുന്നത് സത്യമാണെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കരുത്, എങ്ങനെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എന്നിട്ട് ശ്രുതി നേരെ, ആൻറ്റി ഇവർ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കാരണമില്ലാതെ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശ്രുതി ഒരു കാരണമില്ലാണ്ട് സച്ചേട്ടനൊന്നും പറയില്ല എന്ന് രേവതി പറയുമ്പോൾ ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പണം വാങ്ങിയത് ഇവർ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷേ നിങ്ങൾ വാങ്ങിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛ അത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അച്ഛ പിന്നെ പറയാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഇവർ രണ്ടുപേരും കൂടി 30 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. എടാ സുധി ഇവൻ എന്തൊക്കെയായി പറയുന്നത് ചന്ദ്ര ചോദിക്കുമ്പോൾ അവൻ കുടിച്ചിട്ട് വന്ന് എന്തൊക്കെയോ പറയാണെന്നുള്ള കാര്യം പറയണേ. ഓ അങ്ങനെ തന്നെയായിരിക്കുന്നു, ചന്ദ്രയും കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ നിങ്ങളെ വിചാരണ ചെയ്യുന്ന രീതി വേറെയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മതി സച്ചി, നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഓരോന്നും സംസാരിച്ചങ്ങ് കയറി പോണ്ട, വെറുതെ വായ തോന്നുന്നത് ഓരോന്ന് വിളിച്ചു പറയാതെ. ഞങ്ങൾ പണം വാങ്ങിയതിനുള്ളതിന് എന്ത് സാക്ഷിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത് പോയിന്റ് സൂപ്പർ. സാക്ഷിയുണ്ടോന്നല്ലേ ഈ പാർലർ മാഡം ചോദിക്കുന്നത്? സാക്ഷിയുണ്ട് ജഡ്ജിയമ്മ, നിങ്ങൾ അനുമതി തരുവാണെന്നുണ്ടെങ്കിൽ സാക്ഷിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അമ്മേ ഇവനെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ വായ തോന്നുന്നു ഇങ്ങനെ ഓരോന്ന് വിളിക്കുന്നു പറയണേ. നീ മിണ്ടാതിരിക്കടാ, നിങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയില്ല, അവൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞാനത് വിശ്വസിക്കുമെന്നാണ് ചന്ദ്ര സുധിയുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോഴേക്കും സുധിക്ക് ഒരു പോയിന്റ് കിട്ടിയല്ലോ, ഇവനെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം. ആർക്കോ പൈസ കൊടുത്തിട്ട് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ആരെയോ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് ശ്രുതി പറയുന്ന സമയത്ത് അത്രയും ബുദ്ധിയില്ലാത്തവനല്ല സച്ചേട്ടൻ എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത്. ജഡ്ജിയമ്മ സാക്ഷിയെ കൊണ്ടുവരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ എന്ത് സാക്ഷിയാടാ വിളിച്ചുകൊണ്ട് വാടാ എന്നുള്ള കാര്യം പറയണേ ചന്ദ്ര. പൗഡർ ഏട്ടത്തി, ഞാൻ കാശ് കൊടുത്തിട്ട് ആരെയും കൂട്ടിക്കൊണ്ട് വന്നില്ല, നിങ്ങൾക്ക് കാശ് തന്ന ആളാണ് വരുന്നത്, ജീവ. അങ്ങനെ സച്ചി വരാൻ വേണ്ടി പറയുമ്പോൾ പണം കൊടുത്ത അവൾ തന്നെ വരികയാണ്. ഇവളെ കാണുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ സുധിയും നിന്ന നിപ്പിൽ ഉരുകുകയാണ് ടൈസായിട്ട്. അങ്ങനെ അവൾ ഉള്ളിലേക്ക് വരുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതാണ് ജീവ എന്ന്. സച്ചി ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറയണേ. ഞാനാണ് ജീവ, നിങ്ങളുടെ മകനെ സ്നേഹിച്ചതും ലിവിങ് ടുഗെദർ ആയിട്ടും ഇവൻ്റെ കൂടെ ജീവിച്ചതും ഞാൻ തന്നെയാണ്. ഓഹോ, അപ്പം നീയാണല്ലേ പണം തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ, സ്വന്തം കുടുംബത്തെ കബളിപ്പിച്ചിട്ട് പണമായിട്ട് വന്ന ഒരുത്തനെയാണ് ഞാൻ കബളിപ്പിച്ചത്. ഒരാണ് നിന്നെ കബളിപ്പിച്ചു എന്ന് കരുതി അവൻ്റെ സ്വത്ത് അച്ഛൻ്റെയും അമ്മയുടെയും പണം എടുത്തുകൊണ്ട് പോയെന്ന് കരുതിയിട്ട് ഒരു പെൺകുട്ടിയായ നീ ഇത് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ മോളെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ഞാൻ കട്ടുപൊടിച്ചുണ്ടാക്കിയ പൈസയല്ല, ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണെന്ന് പറയണേ രവീന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ക്ഷമിക്കണം എന്നോട്. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതെ നീ ചെയ്ത തെറ്റ് നീ ഒത്തു, പക്ഷേ ഒരു പാവമായ എൻ്റെ മകനെ നീ കബളിപ്പിച്ച് ഓടിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങളെ മകൻ പാവാണെന്നുള്ള കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത്. നിർത്തടി, നീ ഒന്നും സംസാരിക്കരുത്. ശ്രീകാന്ത് വേഗം തന്നെ പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം പറയണേ. എന്തിനാ പോലീസിനെ വിളിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ എൻ്റെ മകനെ കബളിപ്പിച്ചുകൊണ്ട് പണം എടുത്തുകൊണ്ട് പോയില്ലേ, അത് തിരികെ വേണമെന്ന് പറയുമ്പോൾ
അത് ഞാൻ തിരികെ കൊടുത്തല്ലോ. ഇത് കേൾക്കുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പണം നീ തിരികെ കൊടുത്തോ എന്ന്. അതെ എന്ന് പറയാണ് കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും തന്നിട്ടില്ല അച്ഛാ, ഇത് വെറുതെ. അങ്ങനെ ശ്രുതി ബബബ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇവൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം. ശ്രുതിയൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ആ പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ, അന്ന് പണം വാങ്ങുന്ന സമയത്ത് ഇതാ ഇവളും ഉണ്ടായിരുന്നു. 3 ലക്ഷം രൂപ പലിശയാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചത് ഇവളാണ്. ഇല്ല അച്ഛാ, ഇവൾ കള്ളം പറയാണെന്ന് ശ്രുതി പറയുമ്പോൾ ഞാൻ കള്ളം പറയാണെന്നോ? അതെ, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തോ കഥ പറയാണ്. ഒരുപക്ഷെ ഇവനായിരിക്കും പണം വാങ്ങിയിട്ടുണ്ടാവുക ഇവളുടെ കയ്യിൽ നിന്ന്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് കൊള്ളാടാ, നീ തെറ്റ് ചെയ്തിട്ട് ഇനിയും എൻ്റെ മേല് പഴിയിടുന്ന പരിപാടി നിർത്തിയില്ല അല്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനും തെളിവുണ്ട്, ജീവ കാണിക്കുന്നു പറയണേ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ ക്യാഷ് കൊടുത്തതിൻ്റെ പ്രൂഫാണെന്ന് പറഞ്ഞൊരു പേപ്പർ കാണിക്കുന്നുണ്ട്. അത് ശ്രീകാന്ത് മേടിക്കുകയാണ്. അതിൽ സാക്ഷിയായിട്ട് സച്ചി ഉണ്ടെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറയണേ. അങ്ങനെ ശ്രീകാന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇവർ കാനഡയിൽ നിന്ന് വന്നത് മുതൽ എൻ്റെ കാറിനകത്തായിരുന്നു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അതെ അച്ഛ, ഈ എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് ഇവർ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് പറയണേ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻ്റെ അക്കൗണ്ടിൽ നിന്നും സുധിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ കോപ്പി. അത് വർഷയും മേടിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അങ്കിൾ, 5 മാസം മുമ്പ് സുധിയുടെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് രവീനയും ചന്ദ്രമതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ജഡ്ജിയമ്മ ഇപ്പോൾ എല്ലാം മനസ്സിലായോ? അന്ന് ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവളുടെ അച്ഛൻ പണം അയച്ചു എന്നല്ലേ കാര്യം പറഞ്ഞത്? അതും കള്ളം. ഇവള് കൊടുത്ത പണം കൊണ്ടാണ് അവർ ആ കട ആരംഭിച്ചത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ പണം. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ആൻറ്റി ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൾ അങ്ങനെ ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കേണ്ട. അന്ന് ഇവളുടെ പാർലറിലേക്ക് പോയ സമയത്ത് ഇവളാണ് അവിടെ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവൻ അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ആ പണം തിരികെ കൊടുത്തു. എങ്കിൽ പോലും ഞാൻ ചെയ്ത അന്നത്തെ തെറ്റിന് ഇപ്പോഴും നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛാ, എന്തായാലും ഇപ്പം എല്ലാവർക്കും സത്യമൊക്കെ മനസ്സിലായില്ലേ? മാഡത്തിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ മേലെ എല്ലാവർക്കും ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ക്രിമിനൽസ് ആണല്ലോ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മാഡം പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞു വിടുകയാണേ. അങ്ങനെ അവൾ പോകുന്നതിന് മുമ്പ് സുധീനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രവീന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്കിൾ, നിങ്ങളുടെ മകൻ സുധി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പഠിപ്പിനനുസരിച്ചുള്ള അറിവുമില്ല, ബോധവുമില്ല. എന്നാൽ സച്ചി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, നല്ലവനാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണേ. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വർഷം അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ശ്രുതി, നീ എന്തിനാ കള്ളം പറഞ്ഞത് ഇത്രയും നേരം? ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ പണം തന്നു എന്നുള്ള കാര്യം കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. അത് കഴിഞ്ഞ് രവി, സുധി ഇവിടെ വാ എന്ന് പറയണേ. അരികിലേക്ക് ചെല്ലുമ്പോൾ, നീ ഒരിക്കലും തിരുത്തില്ലേ? നിന്റെ കുടുംബത്തെ നീ എത്ര തവണ കബളിപ്പിക്കടാ? ഇതിനാണോടാ നീ പഠിച്ചത്? നീ എൻ്റെ മകനാണെന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. ശ്രുതി, ഈ പണം കൊണ്ടാണ് നിങ്ങൾ കട ആരംഭിച്ചത്? അതേ എന്ന് പറയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് ചന്ദ്രമതി, സുധി ഇങ്ങോട്ട് വാ. എടാ, നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ? നിന്റെ മേലെ എന്തോരം വിശ്വാസം ഞാൻ വെച്ചതാണ്. എന്നെ നീ കബളിപ്പിച്ചല്ലടാ എന്ന് പറഞ്ഞിട്ട് കോളറിൽ കയറി പിടിക്കുകയാണേ. നിനക്ക് എങ്ങനെയാടാ എൻ്റെ അടുത്ത് കള്ളം പറയാൻ തോന്നിയത്? എന്നെ എങ്ങനെയാടാ കബളിപ്പിക്കാൻ തോന്നിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സുധി സത്യം പറയാണ് കേട്ടോ. അമ്മേ, എൻ്റെ അടുത്ത് ശ്രുതിയെ പറഞ്ഞത് ആ പണം വെച്ചിട്ട് കട തുടങ്ങുക എന്നുള്ള കാര്യം. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ശ്രുതിയാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുകയാണേ. ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നതും സച്ചി പറയുന്നുണ്ട്. അങ്ങനെ കാലി തുള്ളി നമ്മുടെ ചന്ദ്രമതി നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രുതിയുടെ കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ്. അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്